പൊതുവിടങ്ങൾ എല്ലാവരുടേതുമാണ്. അവിടെ ഏതെങ്കിലും ഒരാൾ അധികാരം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് കയ്യേറ്റം തന്നെയാണ്. അതൊഴിപ്പിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവ് എന്തുകൊണ്ടും നമുക്കൊക്കെ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. കാലത്തിന്റെ അനിവാര്യതയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഉത്തരവ് നമുക്ക് പറയാം. പണ്ട് കാലം മുതലുള്ള ഒരു ശീലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ, ഒട്ടും ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത, ഫുട്പാത്ത് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ ഒരു കൊടിമരം സ്ഥാപിക്കുന്നു. അതിനോട് ചേർന്ന് 2, 3, 4, 5 എണ്ണം സ്ഥാപിക്കുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കുകുത്തികളെ പോലെ അവിടെ നിൽക്കുകയാണ്. അത് പൊതുജനത്തിനുണ്ടാക്കുന്ന തടസ്സം എത്രമാത്രം വലുതാണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് പല മഹാരഥന്മാരുടെയും പ്രതിമ കൊണ്ടുവെക്കുക, അവിടെ ഒരു സർക്കിൾ ഒരുക്കുക, അതും പൊതുനിരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ പ്രസ്ഥാനമോ ചെയ്യുക. പല സ്ഥലങ്ങളിലും ഒഴിവാക്കാൻ വേണ്ടി ആരാധനാലയങ്ങളുടെ കാണിക്ക വഞ്ചിയോ അല്ലെങ്കിൽ കുരിശടികളോ അല്ലെങ്കിൽ നേർച്ചപ്പെട്ടികളോ ഒക്കെ സ്ഥാപിച്ച് തടസ്സം സൃഷ്ടിച്ച് നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യയശാസ്ത്രങ്ങളോ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോക്താക്കളായിരുന്ന നമ്മുടെ സമാരാധ്യരായി അന്തരിച്ചു പോയ നേതാക്കളോ ഈ മതങ്ങളോ മതസംഹിതകളോ അവിടുത്തെ ദൈവങ്ങളോ ഒന്നും ജനങ്ങളുടെ നടക്കാനോ സഞ്ചരിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തി എനിക്ക് ഒരു പൊതുവിടത്ത് ഇടം വേണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അവരുടെ ഭക്തന്മാരായി പിന്മുറക്കാർ ജനത്തെ തടസ്സപ്പെടുത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഈ അക്ഷരാർത്ഥത്തിൽ ഇതിനെ കയ്യേറ്റമുള്ളതാണ്. മറ്റൊരാൾ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് അനുവാദമില്ലാതെ മറ്റൊരാൾ കടന്നു കയറി അധികാരം സ്ഥാപിക്കുന്നതിനാണ് കയ്യേറ്റം എന്ന് പറയുന്നത്. പൊതുവിടങ്ങൾ എല്ലാവരുടേതുമാണ്. അവിടെ ഏതെങ്കിലും ഒരാൾ അധികാരം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് കയ്യേറ്റം തന്നെയാണ്. അതൊഴിപ്പിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവ് എന്തുകൊണ്ടും നമുക്കൊക്കെ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. അതിശക്തമായി ഭരണകൂടം അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യയശാസ്ത്രങ്ങളോ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോക്താക്കളായിരുന്ന നമ്മുടെ സമാരാധ്യരായി അന്തരിച്ചു പോയ നേതാക്കളോ ഈ മതങ്ങളോ മതസംഹിതകളോ അവിടുത്തെ ദൈവങ്ങളോ ഒന്നും ജനങ്ങളുടെ നടക്കാനോ സഞ്ചരിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തി എനിക്ക് ഒരു പൊതുവിടത്ത് ഇടം വേണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല.